തെറ്റില്ലാത്ത രീതിയിൽ വെയിലടി കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടാങ്കുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടാങ്കുകളിലെ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് കാണാം. ഇത്തരത്തിൽ ഒരു ഗ്രീനിഷ് ടച്ചിലേക്ക് കളറ് മാറുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആൽഗയെ കുറിച്ചാണ്. ആൽഗെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ വളരുന്ന ഒരു തരം ചെടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ആൽഗേനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലെ കുറച്ച് ഗപ്പി ടാങ്കുകളൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എത്തരത്തിലുള്ള വെറൈറ്റി ആൽഗകൾ നമ്മുടെ ഫാമിൽ ഗപ്പി ടാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. ഇതൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഒട്ടുമിക്ക വീടുകളുടെയും മുന്നാരത്തന്നായിട്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ തൂക്കിയിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളിവിടെ ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ ഫൈറ്റർ ഫിഷിനെ ഒന്നിങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മളിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇട്ട സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വിമർശനങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കിടന്ന ആടും ഇത് ഇവർ ഡെഡാവാൻ ചാൻസ് ഉണ്ടല്ലേ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കിട്ടുന്നൊരു വെയിലുണ്ടല്ലോ ഈ സമയത്ത്. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞുള്ള ടൈമാണ്. ഈ കിട്ടുന്ന വെയിലടി നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് മീനുകൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ടാങ്കുകൾ, അതായത് ഈ ഓരോ ഗ്ലാസ്സുകളും നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷന് നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഫൈറ്റർ കിടക്കുന്ന ടാങ്കിൽ കണ്ടില്ല, ഇപ്പോൾ ആൽഗെ ഫോം ചെയ്തിട്ടുള്ള കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ആൽഗെ, ഈ ഒരു ആൽഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ നമ്മുടെ മുടി പോലെ ഇങ്ങനെ ഒരു നാര് പോലെയൊക്കെ എടുക്കുന്ന ഒരു ആൽഗെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു നാര് പോലെ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു തരത്തിലുള്ള ചെടിയാണ് ഈ ഫോം ആയിട്ടുള്ളത്. ഇതും ഒരു തരത്തിലുള്ള ആൽഗയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വെറൈറ്റി ആയിട്ട് കാണുന്ന ഒരു ആൽഗയായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ക്ലൗഡായിട്ട് ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീനിഷ് കളറ് ഈ ടാങ്കിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ ക്ലൗഡായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളർന്നിട്ടുള്ള കേട്ടോ. ഇതിങ്ങനെ ക്ലൗഡായിട്ട് കണ്ടില്ലേ. കൈയിൻ്റെ ഉള്ളനടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കൈ വലിക്കുമ്പോൾ ആ ചെടികൾ മൊത്തം ആ ഒരു ആൽഗെ മൊത്തം കണ്ടില്ലേ കൈയിൻ്റെ ആ ഒരു കൂട വിരലിൻ്റെ കൂടൊക്കെ ഇങ്ങനെ വരുന്നത് ക്ലൗഡായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഇവിടെയൊക്കെ ഉണ്ടാവും ഈ ടാങ്കിൻ്റെ പല സൈഡുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഒരു ടാങ്കിൽ നമ്മൾ മൊയ്ന കൾച്ചർ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ഇതിൽ മൊയ്ന സെറ്റാവുന്നുള്ള പരീക്ഷണം നമ്മൾ നോക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതൊരു ക്ലൗഡായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷേ ഈ ഒരു ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്രീനിഷ് ഈ കളറിൽ ഗ്രീനിഷ് കളറ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ പക്ക പ്യുവർ കണ്ടില്ലേ. നമ്മളിപ്പോൾ എന്താ പച്ചവെള്ളം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കണ്ടില്ലേ പക്ക ഒരു ശരിക്കും നല്ല തെള്ളി വെള്ളമാട്ടത്. പക്ഷെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീനാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അതൊക്കെ ഈ കാണുന്ന ചെടികളാണ് കേട്ടോ. ആൽഗെ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ് ക്ലൗഡായിട്ട് കാണപ്പെടുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ തൊട്ട് പുറത്ത് തന്നെ വേറൊരു ടാങ്ക് കിടക്കുന്നുണ്ട്. ഇതൊരു സിമെൻറ്റ് ടാങ്കാണ്. തെർമോക്കോളിൽ നമ്മൾ സിമെൻറ്റ് തേച്ച് കൊടുത്ത് വെച്ചിട്ടുള്ള ടാങ്കാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആൽഗെ കാണുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പക്കായിട്ട് ഈ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ തിക്കായിട്ട് കിടക്കുന്ന പ്ലാന്റ് കേട്ടോ. ഉണ്ടല്ലേ നമ്മുടെ യെല്ലോ ഷ്രിമ്പാട്ടാ ഈ ഒരു ടാങ്കിലുള്ളത്. മാഷാ അല്ലാഹ് നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ ഷെയറായിട്ടുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാ പോണേ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇടയിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. കാരണം ഈ ചെമ്മീൻ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. ഈ ടാങ്കിന് ചെറിയൊരു ലീക്ക് ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വെള്ളം ചെറിയൊരളവിൽ കണ്ടില്ല ഈ ഒരു അളവിൽ മാത്രമേ വെള്ളത്തിൽ നിൽക്കുന്നുള്ളൂ. ഇവിടെ ഈ പ്ലാന്റ്സ് നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് ഷ്രിമ്പ് ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ. ഈ കിടക്കുന്നതൊക്കെ ഷ്രിമ്പാട്ടോ. ഇവിടെ കിടക്കണ്ടില്ലേ ഇതാ പോണ് ഇതൊക്കെ നമ്മുടെ യെല്ലോ ഷ്രിമ്പാണ്. പക്ഷേ ഇതിനകത്ത് ആൽഗെ കാണുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അത് സിമെൻറ്റ് ടാങ്കിൽ ഒരു ഇച്ച് പിടിക്കാമെന്നൊക്കെ പറയില്ല. അതൊക്കെ ആൽഗെ പെട്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ പക്ക ഒരു ആൽഗെ ഒന്നും ഇതിൽ ഫോം ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിലുള്ള ഇവർക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് തന്നെ ആവശ്യത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ തോന്നുന്നുണ്ട്. കാരണം ഇതിലിട്ടുള്ള ലൈഫ് പ്ലാന്റ്സ് ഉണ്ടല്ലോ അവർക്ക് വളരാനുള്ള ആൽഗയ്ക്ക് വളരാനുള്ള ന്യൂട്രിയൻസും ബാക്കി കാര്യങ്ങളൊന്നും പക്ഷേ ആൽഗയ്ക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആൽഗെ ഇതിൽ ശരിക്കും കൊണ്ട് പച്ച പിടിച്ച് വളരാത്ത കേട്ടോ. കാരണം പ്ലാന്റ്സ് തന്നെ അവർക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൽഗെ പുറത്തുനിന്ന് വന്നിട്ട് അവർക്കും കൂടി ഒരു സ്പേസ് ടാങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു ടാങ്കിൽ കണ്ടില്ലേ പ്ലാന്റ്സ് ഒന്നും വേറെ പ്ലാന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ആൽഗയാണ്
ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ ഒരു ആൽഗെ ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. വീട്ടുമുറ്റത്തിനോട് ചേർന്നിട്ട് നമ്മളിവിടെ കുറച്ച് അക്വേറിയങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഓരോ അക്വേറിയങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ചെറിയ രീതിയിൽ ആൽഗെ കിട്ടാറുണ്ട്. ഇത് നമ്മുടെ സീബ്ര കിടക്കുന്ന ടാങ്കാണ്. ഇങ്ങോട്ട് വരാം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയൊരു ടാങ്ക് കണ്ടില്ലേ, ഈ ഒരു ടാങ്കിൽ ഫൈറ്ററാണ് കിടക്കുന്നത്. ഈ ഒരു ടാങ്കിൻ്റെ അടിത്തട്ട് കണ്ടില്ലേ ഒരു ഗ്രീൻ കളറ്, അതായത് ഇതിലകത്ത് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ പോരുട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ, ഇതിങ്ങനെ പൊടിഞ്ഞു പോകട്ടോ. പൊടിഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ളൊരു സംഭവമാണ് ഇത് കാണുന്നത്. ഇതും വെയിലടി കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള ടാങ്കുകളായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമ്മളിതൊക്കെ കളയാറുള്ളത് കേട്ടോ. കണ്ടില്ലേ, വിരലിങ്ങനെ നീക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് മനസ്സിലായത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള 2 തരം ആ ഒരു ഗ്രീൻ കളർ കിട്ടുന്ന ആൽഗെ എന്ന് പറഞ്ഞ ആ സംഭവത്തിനോട് കുറച്ച് വ്യത്യാസം കാണിക്കുന്നൊരു ഇതായിട്ടാണ് തോന്നുന്നത്. ഇതും ആൽഗയിൽ പെട്ട തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ എങ്കിലും നമുക്ക് കണ്ടില്ലേ അതുതന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. പൊടിഞ്ഞു പോകുന്നൊരു തരം ഐറ്റം. അതുപോലെ തന്നെ തൊട്ട് പുറത്തെ ടാങ്കിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ സീബ്ര കിടക്കുന്നുണ്ടല്ലോ ടാങ്ക്. ശ്രദ്ധിച്ച് നോക്കി, നമ്മൾ മിക്സഡ് ആയിട്ടാണ് നമ്മൾ സീബ്രനെ വളർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. ഈ സീബ്ര മുട്ടയിടാറാണ് പതിവ്, പക്ഷേ ഈ ഇതിൻ്റെ അടിത്തട്ടിൽ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല ഒരു വൈറ്റ് ഡോട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇതെന്താണെന്നുള്ളത് നമുക്ക് സംഭവം മനസ്സിലാവുന്നില്ല. ഇതാണോ ഇതിൻ്റെ മുട്ട എന്നുള്ളത് മനസ്സിലാവണില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളൊരു പുതിയൊരു പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് മൊത്തം നമ്മൾ കളക്ട് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് എന്തെങ്കിലും മാറ്റി നോക്കേണ്ടി വരും കേട്ടോ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് കുഞ്ഞുങ്ങളും കൂടി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലിവിടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡിംഗ് ആണ് നമുക്ക് ഈ സീബ്ര ഫിഷിന് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു നെറ്റുള്ള ഒരു ബ്രീഡിംഗ് കേജ് വെച്ച് അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങൾ ഇപ്പോൾ അടുത്ത ബാച്ച് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വെയിലടി കിട്ടുന്ന ഒരു ടാങ്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാന്റാക്ലോസ് അതുപോലെ തന്നെ റെട്ടോ പ്ലാറ്റി എന്ന് പറഞ്ഞ ഐറ്റമാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളതാണ്. ഈ സ്ഥലത്ത് വന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ച് വന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ പക്കാ തെളി വെള്ളം. നമ്മൾ കോരിയ സമയത്ത് തന്നെ കുഞ്ഞിനെ കിട്ടിയത്. കാരണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. മാഷാ അല്ലാഹ് കണ്ടില്ലേ, പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബൾക്കായിട്ട് ഗപ്പിയും പ്ലാറ്റിയും ഒരുമിച്ച് ചെയ്യുന്നൊരു ടാങ്ക്. അത് കണ്ടില്ലേ, നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തിന് എത്രപ്പോരം കുഞ്ഞുങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടുന്നത് കണ്ടില്ലേ. ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് ഈ ഒരു ടാങ്കിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ടാങ്കിൽ നമുക്ക് ആൽഗെ കാണുന്നില്ല കേട്ടോ. പക്ക തെളി വെള്ളം. പിന്നെ അതുപോലെ തന്നെ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണ് അധികം കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ഷ്രിമ്പിൻ്റെ ടാങ്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആൽഗയ്ക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് ഈ ടാങ്കിൽ ഉണ്ടാവില്ല. കാരണം ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് കംപ്ലീറ്റ് ആവശ്യമുള്ളതൊക്കെ ഈ ചെടികൾ തന്നെ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ടാങ്കിൽ ആൽഗെ കാണപ്പെടാത്തത്. സയൻറ്റിഫിക്കലായിട്ട് നമുക്ക് ഈ ഗ്രീൻ ആൽഗനെ കുറിച്ചൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനറിയില്ല. എങ്കിലും നമ്മുടെ ഡോക്ടർ ജലീൽ സാർ ഉണ്ടല്ലോ, ജലീൽ സാറുടെ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് ഈ ആൽഗനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 വെറൈറ്റി ആൽഗ എന്ന് നമ്മൾ നോക്കി. അതല്ലാതെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഫാമിലൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ക നമ്മുടെ ടാങ്കുകളൊക്കെ എന്ത് ചെയ്യും ഗ്രീൻ കളറായിട്ട്, വെള്ളം അങ്ങോട്ട് ഗ്രീൻ കളറായിട്ട് മാറും. പക്ഷെ നമുക്ക് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ആ 3 വെറൈറ്റി ആൽഗയൊന്നും ആ സമയത്ത് അതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മൈക്രോ ആയിട്ടുള്ള ആൽഗകളാണെന്നുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ചെടികൾ ഒരുപാട് ഉണ്ടായതുകൊണ്ടായിരിക്കും ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഗ്രീൻ ആയി കിട്ടുന്നത്. നമ്മുടെ ഐഗല ഫിഷ് ഫാമിൽ നമ്മൾ ചെന്ന സമയത്താണെങ്കിലും അവിടെ നാച്ചുറൽ പോണ്ടാണ്. എന്നിട്ട് ആ ഒരു 1-2 ടാങ്കുകളായിട്ട് വലിയ നാച്ചുറൽ പോണ്ടുകളും നമ്മൾ ആ ഗ്രീൻ കളർ പക്ക കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ കളർ കിടക്കുന്ന വെള്ളത്തിലാണെങ്കിലും മീനുകൾ നല്ല രീതിയിൽ തന്നെ മീനുകളുണ്ടാവും. നല്ല സൈസുള്ള മീനുകളൊക്കെ അതിൽ കിടക്കുന്നത് നമ്മൾ കണ്ട്. വാള, തിലാപ്പിയ, അനാബസ്, നാടൻ മത്സ്യങ്ങളൊക്കെ ആ കുളങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ മീനുകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അതിലൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി ടാങ്കുകളൊക്കെ ആണെങ്കിലും ആൽഗ ഉണ്ടെന്ന് കരുതിയോണ്ടൊന്നും മീനുകൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീനുകളൊക്കെ ആക്റ്റീവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഈ ആൽഗ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം പക്ഷേ അതിൽ കൂടുതലായിട്ട് ആൽഗ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഈ ഓക്സിജൻ്റെ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മീനുകൾക്ക് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ ആൽഗെ ഫോം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ കണ്ട് ടാങ്കുകളിലൊക്കെ വെള്ളം
ഒക്കെ നല്ല പ്യൂറായിട്ടുള്ള വെള്ളം തന്നെ. പിന്നെ മാത്രമല്ല ഈ ചെടിക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് ആ ഒരു ടാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളം ആയതുകൊണ്ടായിരിക്കാം അത് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ആൽഗെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഗെ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആൽഗയിൽ നമ്മളിപ്പോൾ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആണെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.